ഞാൻ അഗ്നിപ്രകാശ്. ഈ കടൽ തീരത്ത് വെച്ചാണ് സെന്തിൽ എന്ന തമിഴ് ബാലനെ ഞാൻ പരിചയപ്പെടാനിടയായത്. ഓരോ പരിചയപ്പെടലും ഓരോ കഥകളാണ്. സെന്തിലിനും ഉണ്ടായിരുന്നു പറയാനൊരു കഥ, ദുഃഖങ്ങളുടെയും നഷ്ടപ്പെടലിന്റെയും കഥ. ആ കഥയിൽ പ്രതീക്ഷിക്കാതെ എനിക്കും ഒരു കഥാപാത്രമാകേണ്ടി വന്നു. നഷ്ടപ്പെടൽ അതവന് മാത്രമായിരുന്നില്ല സംഭവിച്ചത്. മയക്കുമരുന്നിനടിമപ്പെട്ട പ്രതി പരിശോധനയ്ക്കിടയിൽ യുവ ഡോക്ടറെ കുത്തിക്കൊന്നു. കള്ളും കഞ്ചാവൊന്നും അല്ലടാ ഇപ്പോൾ, അതിനേക്കാൾ വലിയ സാധനങ്ങളെ ഇറങ്ങുന്നത്. ഇതല്ല, ഇതിനപ്പുറം നടക്കും. ചായ എടുത്ത് കുടിക്കടാ. എന്തായി നമ്മുടെ രവിയേട്ടൻ്റെ കാര്യം? അയാളോട് എത്ര പറഞ്ഞാലും ഹോസ്പിറ്റലിൽ പോകില്ല. എടാ, അങ്ങേരോട് ഞാൻ എത്ര കാലമായി പറയുന്ന അറിയോ? ആ ഡോക്ടർ സാംതരകനെ ഒന്ന് കണ്ടാൽ മതിയെന്നേ. അങ്ങേര് വേണ്ട പോലെ ചെയ്തോളൂ. അതെങ്ങനെയാ പറഞ്ഞാൽ കേൾക്കണ്ടേ? നിന്റെ ബന്ധുവല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കടാ. ഞാൻ പറയാ, അത് വിഷയാക്കണ്ട. എന്താന്ന് വെച്ചാ ചെയ്യ്. അങ്ങനെ കൗശലക്കാരനായ കുറുക്കൻ മുയലിനെ പിടിച്ചു. മോളെ, അച്ഛൻ എന്താ കൊണ്ടുവന്ന്? അച്ഛൻ മറന്നു. അപ്പോ അതൊക്കെയുണ്ട്. മോളിങ്ങി വന്നേ. ആ, രവിയേട്ടനാ കൊഞ്ചിച്ച് വഷളാക്കുന്നത് ഇവളെ. അയ്യോ, എന്തു പറ്റി മോനെ? നല്ല വയറുവേദന. ആ ഡോക്ടർ ഒന്ന് പോയി കാണിച്ചൂടെ? ആ, പോകാം. ആ കുമാരൻ പറഞ്ഞ ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ? നാളെ ആവട്ടെ, അവിടെ തന്നെ പോവാ. നീയും കൂടി ഒന്ന് ചെല്ല്. ശരി അമ്മേ. ഭഗവാനേ കൃഷ്ണ. രവി വന്നോളൂ. ആ, ഇരിക്കേ. ഓ, എന്താ പറ്റിയ? ചെറിയ ക്ഷീണം പോലെ തോന്നുക. നല്ല വയറുവേദന ഉണ്ടായിരുന്നു. എത്ര നാളെ തുടങ്ങിയിട്ട്? 2 ദിവസമായി. 2 ദിവസമായി. ആ, ഒന്ന് കിടക്കും, ഞാനൊന്ന് നോക്കട്ടെ. ആ, ഉവ്വ്. പേരെന്താ പറഞ്ഞ? രവി. സിസ്റ്റർ നോക്കിയേ. ഓ ശരി. ഓക്കെ, രവി എഴുന്നേറ്റോ. ഓ, അയ്യോ. ഓ, ഓ. ഒന്ന് 2 ടെസ്റ്റുകൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. ലിസി, യെസ് ഡോക്ടർ. ഈ ടെസ്റ്റുകൾ ചെയ്യണം. ഓക്കെ, വരൂ. രവിയുടെ കൂടെ വന്ന ആളെ ഡോക്ടർ വിളിക്കുന്നു. ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. രവിക്ക് അപ്പൻഡിസൈറ്റിസ് ആണ്. ചെറിയൊരു ഓപ്പറേഷൻ വേണം. അധികം താമസിക്കാൻ പാടില്ല. അവസ്ഥ വളരെ മോശമാണ്. ലിസി, കൺസെന്റ് പേപ്പറുകളെല്ലാം ഒന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കണം. ഓ, പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ശരി, വരൂ. പോയിട്ട് വാ.
രവിയേട്ടനോ? ഹോസ്പിറ്റലിലോ? ആ, ഞാനിപ്പോ വരാം. ആരാ ഫോണില്? സുനിതേച്ചിയാ. എന്തേ? രവിയേട്ടൻ ഹോസ്പിറ്റലിലാ. അതെയോ? നീ ആ ഷർട്ടും മുണ്ടും ഇങ്ങെടുത്തേ. ആ. என்ன தம்பி, காசு வேணுமா? என்ன புடி, இதா வச்சுக்கோ. புடியாடா. ആരാ കുമാരാ അത്? അതാ ആക്രി വിൽക്കുന്ന മുരുകൻ്റെ മകനാ. ആ. മുരുകന് വയറുവേനായിട്ട് മരിച്ചുപോയി. ആണോ? അവനിപ്പോ ഇതാ അവസ്ഥ. ഇവിടെ കാശിന് വരും, തിരിച്ചങ്ങ് പോവും. ഉം. നീ ഇപ്പൊ എങ്ങോട്ടാ? അറിഞ്ഞില്ലേ? രവിയേട്ടൻ ഹോസ്പിറ്റലിലാ. ആണോ? ആ, അറിഞ്ഞില്ലല്ലോ. ഞാനങ്ങോട്ട് പോവാ, അത്യാവശ്യം. അതെയല്ലേ? നീ വിട്ടേക്ക്, ഞാൻ ഷോപ്പ് അടച്ചങ്ങ് വന്നേക്കാം. ആയിക്കോട്ടെ. ഓക്കെ. ചേച്ചി ഇവിടെ നിന്ന് ഒപ്പിട്ടേക്കൂ. ഉപ്പിട്ടേക്ക് സുനിതേച്ചി, ഞാനല്ലേ പറയണേ. സുനിതേച്ചി, രവിയേട്ടന് വേണ്ടിയല്ലേ? ഈ മരുന്ന് വേഗം വാങ്ങിച്ചുകൊണ്ട് വരണം. പേഷ്യൻ്റ് BP ലോ ആണ്, പെട്ടെന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. എന്റെയും സെന്തിലിന്റെയും ആദ്യത്തെ കണ്ടുമുട്ടൽ ഇവിടെ വെച്ചായിരുന്നു. സാറേ, കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു. പിന്നെ മുമ്പ് രവിക്ക് കൊറോണ വന്നിട്ടുണ്ട്. ആൾ വീക്കായിപ്പോയി. ഐ എം വെരി സോറി. മോനെ, അച്ഛൻ എപ്പോഴാ വരിക? മോളെ, മോളെ. ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ രവിയേട്ടൻ ഞങ്ങളെയെല്ലാം വിട്ടുപോയി. മുരുകന്റെ മോനല്ലേ അത്? ഇവനെന്താ ഇവിടെ? ആ, കുമാര, ഞാൻ ഇറങ്ങുക പ്രകാശ. രവിയേട്ടൻ ഇനി ഓർമ്മയല്ലേ? ഓർമ്മയിലുള്ളത് ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ മാത്രം. മരണം തികച്ചും അപ്രതീക്ഷിതവും ഒരു സാധാരണ മരണമായി എഴുതിത്തള്ളുമായിരുന്ന എൻ്റെ ആത്മസുഹൃത്ത് രവിയേട്ടൻ്റെ മരണത്തിൻ്റെ ദുരൂഹത ചുരുളഴിക്കാൻ കാരണം യാദൃശ്ചികമായി എൻ്റെ മുന്നിലേക്ക് എത്തിയ സെന്തിലായിരുന്നു. രവിയേട്ടൻ്റെ മരണം കൊലപാതകമായിരുന്നു എന്ന് തെളിയുന്നതുവരെ എല്ലാറ്റിനും ദൃക്സാക്ഷിയായും എവിടെയും സാന്നിധ്യമായും അവനുണ്ടായിരുന്നു. ആ, കറിയാച്ചനോ? വാ, ഇരിക്ക്. നമസ്കാരം സാറേ. വാ വാ വാ. എന്തായി കാര്യങ്ങളൊക്കെ? ആ, കാര്യങ്ങളൊക്കെ നമ്മൾ റൂട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊന്നും ഫോണിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാ. അത് താൻ പറഞ്ഞത് കറക്റ്റാ. മാത്രമല്ല ഇപ്പം എല്ലാം ട്രേസ് ചെയ്യുന്ന കാലാണേ. ശ്യാമേ, അറിയാലോ. അതുകൊണ്ടാണ് തന്നോട് ഇവിടെ വരാൻ ഞാൻ പറഞ്ഞത്. ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് വീക്ഷിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായി രവിയുടെ കാര്യം? രവിയേട്ടൻ്റെ കാര്യം മുറക്കി നടക്കുന്നുണ്ട്. ദെൻ വാട്ട്സ് നെക്സ്റ്റ്? ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ആലോചിച്ച് അങ്ങോട്ട് ചെയ്യാം. എങ്കിലെന്നാ ഞാൻ ഇറങ്ങട്ടെ.
സെന്തിലിന്റെ അപ്പൻ മുരുകന്റെയും എന്റെ ആത്മസുഹൃത്ത് രവിയേട്ടന്റെയും മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നായിരുന്നു അവന്റെ ആവശ്യവും ആഗ്രഹവും. മാഡം, പോസ്റ്റ്മോർട്ടം വേണം മാഡം. അവര് ശരിയല്ല മാഡം. ഹലോ, എന്ത് കോപ്പിലെ വർത്താനം അറിയാച്ചാ താനീ പറയുന്നത്? സാം ഇരക്കാനല്ല, കാശ് കൊടുത്ത് ഡോക്ടറായതും ഹോസ്പിറ്റലിൽ കെട്ടിയതും. പോലീസ് അന്വേഷണം കുറെ കണ്ടതാ. ഒരു പുല്ലനും സാമിന് രോമത്തിൽ പോലും തൊടാനായിട്ടില്ല. ഇച്ചായ സൂക്ഷിക്കണേ, മറ്റുള്ളവരുടെ ശാപം കിട്ടിയ കാശാ. ഇനി നിന്റെ ഒരു ഉപദേശം കൂടിയേ ഉള്ളൂ. എന്നാലും ഇച്ചായ എന്താ ഇങ്ങനെയൊക്കെ? നീ നിന്റെ കാര്യം നോക്ക്. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. യെസ്, ടെൽ മീ സർ. ഇവിടെ നടന്നൊരു മരണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വൺ മിസ്റ്റർ രവി. അത് വെറുമൊരു നോർമൽ ഡെത്ത് ആയിരുന്നു. പോരാത്തിന് അയാൾക്കൊരു കൊറോണ വന്നതിന്റെ പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, അന്നിവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെ ഒന്ന് വിളിക്കൂ. യെസ് സർ. ലിസി, യെസ് ഡോക്ടർ. ആ വേണിയെ കൂടെ ഒന്ന് വിളിക്കൂ. ശരി. ഇതാണ് സർ അവർ. എന്താ നിന്റെ പേര്? വേണി. നിന്റെയോ? ലിസി. ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. ആരേ ഈ കറിയാച്ചൻ? ഈ കറിയാച്ചനുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല മാം. അറിയാവുന്നത് പറഞ്ഞില്ലെങ്കിൽ പറയിക്കാൻ ഞങ്ങൾക്കറിയാം. അത് വേണോ? അവരെന്തിനാ കള്ളം പറയുന്നത്? എന്നാ ഡോക്ടർ പറ, ആരേ കറിയാച്ചൻ? അയാൾക്ക് പല നാട്ടിൽ പല പേരാണ്, പല തൊഴിലാണ്. ഹലോ, ആരെ SP-യോ? വരാൻ പറയൂ. മേ ഐ കം ഇൻ? കമിൻ, സിറ്റ് ഡൗൺ. താങ്ക് യു ഡോക്ടർ. എന്തായി അന്വേഷണമൊക്കെ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പ്രകാശിന്റെ നിഗമനം ശരിയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രവിയുടെ മിക്ക അവയവങ്ങളും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നു മരണകാരണം. താങ്ക് യു ഡോക്ടർ. ഓക്കെ, വെൽക്കം. നമ്മൾ ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് രവിമാരുണ്ടാവും. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ ഈ ജനതയെ തകർക്കും. നെക്സ്റ്റ് PM റിപ്പോർട്ട്. ഇതാ സാർ. സാർ, റിപ്പോർട്ട് പ്രകാരം രവിയുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്രൂട്ടൽ മർഡർ. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? സാർ, കുമാരനെയും സാംതരകനെയും അറസ്റ്റ് ചെയ്യണം. യു ഡു ദാറ്റ്. നിയമത്തിന് തീർച്ചയായും അവരെ ശിക്ഷിക്കാൻ കഴിയും. ഒരു സമൂഹജീവി എന്ന നിലയിൽ ഈ സമൂഹത്തിന്റെ പ്രശ്നം അതെന്റേതു കൂടിയാണ്. പ്രതികരണശേഷിയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ എനിക്കും ഉത്തരവാദിത്തമുണ്ട്. ഇനിയൊരു ഡോക്ടർ സാംതരകനോ ഒരു കുമാരനോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. മനുഷ്യജീവനും സ്നേഹബന്ധങ്ങൾക്കും യാതൊരു പ്രാധാന്യവും നൽകാതെ ചിലർ ധനസമ്പാദനത്തിനു വേണ്ടി അത്യാഗ്രഹത്തോടെ പ്രവർത്തിക്കുമ്പോൾ തകരുന്നത് നമ്മുടെ നാടിന്റെ മൂല്യവും സംസ്കാരവുമാണ്. രാജ്യത്തിലെ ഒരു പൗരനെന്ന നിലയിൽ ഇത്തരം അനീതികൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവും കൂടിയാണ്. പ്രമാദമായ അവയവ തട്ടിപ്പ് കേസിൽ 5 വർഷത്തിനു ശേഷം ഡോക്ടർ സാംതരകനെയും കുമാരൻ എന്ന കറിയാച്ചനെയും കോടതി ശിക്ഷിച്ചു.